ഒരുപാട് ഇപ്പോ ട്രാവൽ ചെയ്തു, സ്റ്റഡീസ് ചെയ്തു, ഡീപ്പായിട്ട് ഫിലിംസിലോട്ട് പോയി പഠിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പൊതുവെ ഇപ്പോഴത്തെ കാലത്താണെങ്കിലും ചിലവരെങ്കിലും ഫിലിമിനെ പറ്റി ഒന്നും അറിയാണ്ട് ചുമ്മാ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഫിലിം എടുക്കുന്നു, ഡയറക്ട് ചെയ്യുന്നു, കഥ എഴുതുന്നു, ചിലപ്പോൾ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. ശരിക്കും ഫിലിമിനെ പറ്റി അറിഞ്ഞ് പഠിച്ചിട്ട് ചെയ്യണം എന്നാണ് അഭിപ്രായം. ഇതിൽ രണ്ട് കാര്യമുണ്ട്. നമ്മൾ ഇതിനകത്ത് ഇതിന് ഉത്തരം പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിന് കാര്യം മനസ്സിലാവും. സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി വന്നിട്ടുള്ളത് നമ്മൾ കലയും ടെക്നോളജിയും കൂടി ചേർന്ന ഒന്നാണ്. അതാണ് ഈ സിനിമയുടെ ഈ കലയുടെ പ്രത്യേകത. അപ്പോൾ ടെക്നോളജി എന്ന് പറയാൻ നേരത്ത് അതിനകത്തൊരു ക്രാഫ്റ്റ് ഉണ്ട്, മനസ്സിലായ? ആ ക്രാഫ്റ്റ് നമ്മൾ പഠിച്ചാലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ആശാരിയുടെ പണി, അതൊരു ക്രാഫ്റ്റ് ഉണ്ട്, അതിനകത്ത് ഒരു ആർട്ടും ഉണ്ടെന്ന് വെച്ചോ. പക്ഷെ ഞാൻ അതിനകത്ത് ചിന്തയിടാനായിട്ട് ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ടെക്നിക്ക് പഠിച്ചില്ലെങ്കിൽ എനിക്ക് ചിന്തയിടാൻ പറ്റില്ല. അത് ക്രാഫ്റ്റാണ്, മനസ്സിലായോ? ഞാൻ നെയ്ത്ത് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ചുമ്മാ. ആ നെയ്ത്തിൽ നമ്മൾ പീസ് കെട്ടിയിട്ട് നമ്മൾ നെയ്യ് തന്നെ ചുമ്മാ. ഞാൻ അറബിയിലാണ് പഠിച്ചത്. അറബി അവിടെ എല്ലാം ഉണ്ട്, ഡാൻസ് മറ്റത് എല്ലാം നെയ്ത്ത് എല്ലാം ഉണ്ട്, ആർട്ടിൻ്റെ. അപ്പം ഞങ്ങൾക്ക് എല്ലാം ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ ഇതും പോയി പഠിച്ചിട്ടുണ്ട്, ഈ നെയ്ത്താനോ ഓടോ എത്താനോ. അത് നമ്മൾ ശരിക്കും പഠിച്ചില്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഈ കടിക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിങ്ങനെ മാറി അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ താളം ശരിയല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി ആ മൊത്തം നൂല് കട്ടി. അപ്പോൾ നമ്മൾ ഒരു ക്രാഫ്റ്റ് പഠിക്കണം. ആ സമയത്ത് കല എന്ന് പറയുന്നത് നമ്മളിലുള്ള സർഗവാസനയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഉള്ള മിക്സാണ്. അപ്പം നമ്മൾ സർഗവാസനയുള്ളവനെ കൊണ്ട് ചില സമയത്ത് ചിലപ്പോൾ നല്ല ആൾക്കാരെ ഒരുമിപ്പിച്ച് വെച്ചിട്ട് അവൻ അതിനെ ഓർഗനൈസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അവനെ കൊണ്ട് അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും. അങ്ങനെ ചെയ്ത ആൾക്കാരുകൊണ്ട് അവർ പിന്നീട് നന്നായിട്ട് പഠിച്ചു വന്നിട്ടുണ്ട്. കലാകാരന് ഒരു ടെക്നീഷ്യൻ ആവണമെന്ന് നിർബന്ധമില്ല. അല്ല, പക്ഷെ അവൻ്റെ കയ്യിലേക്ക് അത്രയും ഒരു നല്ല ടെക്നീഷ്യൻസിനെ അവൻ എത്തിക്കണം. കോർഡിനേറ്റ് ചെയ്യാനും പറ്റിയെങ്കിൽ അവനെ കൊണ്ട് എത്താൻ പറ്റിയിട്ടുള്ള ആൾക്കാരുമുണ്ട്, അങ്ങനെ വിജയിച്ചവരുമുണ്ട്. പക്ഷെ അവന് ഏകദേശം പിന്നീട് ഇതിനെ കുറേശ്ശെ പഠിച്ചെടുക്കും. അപ്പോൾ അവൻ്റെ സിനിമകളിൽ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ എല്ലാത്തരം ആൾക്കാരെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? നമുക്ക് അപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചോളം അവനിപ്പോൾ പല ചിത്രകാരന്മാരും, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. മുഹമ്മദ് ഹുസൈൻ സിനിമ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര അറിയപ്പെട്ട ഏറ്റവും വലിയ ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് നല്ല ടെക്നീഷ്യൻസിനെ എടുത്തു, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ആ സിനിമയ്ക്ക് അതിൻ്റേതായ മേന്മ കിട്ടി. നമ്മൾ ഫീൽ ചെയ്യണം ശരിക്കും സിനിമ. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ലഗാൻ സിനിമ കണ്ടിട്ടുണ്ടോ? ലഗാൻ സിനിമ അതിനെ നമ്മൾ മാനേജ്മെൻറ്റ് പഠിപ്പിക്കാൻ വേണ്ടി കളിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്തൊരു ടീം ബിൽഡിംഗ് ഉണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഹൗ യു ബിൽഡ് യുവർ ടീം. അപ്പോൾ സിനിമയിൽ ക്രാഫ്റ്റ് വളരെ മസ്റ്റാണ്. ആരെങ്കിലും നന്നായിട്ട് ക്രാഫ്റ്റ് അറിയാവുന്നവർ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സർഗവാസന നന്നായിട്ടുള്ളവരും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പക്ഷേ നല്ല സിനിമകൾ ഇറങ്ങി വരുന്നവരാണ്. കൺസേൺസ് പറഞ്ഞായിരുന്നു, ബഡ്ജറ്റ് കൂടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ മൂവി ഇത്രയാവും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അവർ പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്, അവർ പറയുന്നതിനകത്തും കാര്യമുണ്ട്. കാരണം അത് അവരുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന അവരുടെ ഫീലിംഗാണ് അവർ പറയുന്നത്. അത് അവരുടെ അവകാശമാണ്, അവർക്ക് പറയാനുള്ള കാര്യം. അവരുടെ മെമ്പേഴ്സിനകത്തേക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ അവരെ പറ്റി പറയുന്ന അവരുടെ കൺസേൺസുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ആ അസോസിയേഷൻ. പ്രൊഡ്യൂസേഴ്സിൻ്റെ കൺസേൺസ് പറയാൻ വേണ്ടിയാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷൻ. അവരുടെ ജോലി അതാണ്. അപ്പോൾ സുരേഷ് കുമാർ അവരുടെ കൺസേൺസ് പറഞ്ഞെന്ന് വരും. അതിനകത്ത് എന്താ തെറ്റിരിക്കണേ? അത് അവരുടെ പ്രശ്നങ്ങളാണ്. പിന്നെ അവരുടെ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റുകളെ വന്നിട്ടുള്ളതിനകത്തേക്ക് അത് ആരുടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിലെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വന്നിട്ടുള്ളതിനൊരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് അത് വേറൊരു വിഷയം. പക്ഷേ കൺസേൺസുകൾ പറഞ്ഞെന്നിരിക്കും, അത് പറയണം. അതിനുവേണ്ടിയല്ല അസോസിയേഷൻ. നമ്മുടെ ഒരു കൺസേൺസ് പറയാനല്ലേ ഒരു അസോസിയേഷൻ, അല്ലെങ്കിൽ വേറെ കാര്യം പറയാനൊന്നും അല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതിനകത്തേക്ക് പിന്നെ ഏറ്റവും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിവുണ്ടോ ഇല്ലയോ. അത് എനിക്ക് കൂടുതലും അവിടെ വരുന്ന ആൾക്കാരെ ഞാൻ ജഡ്ജ് ചെയ്യാനില്ല. പക്ഷേ അറിവില്ലാതെ വന്നാൽ ആപത്ത് സംഭവിക്കും, അതെനിക്ക് പറയാൻ പറ്റും. സിനിമയെക്കുറിച്ചൊരു ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ അബദ്ധം പറ്റും, അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം ഏത് തൊഴിലും
എനിക്ക് സൈക്കിൾ ചവിട്ട് അറിയാതെ ഞാൻ സൈക്കിൾ കയറിയിട്ട് ഈ ട്രാഫിക്കിലേക്ക് ചവിട്ടാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതിപ്പോൾ ഏത് തൊഴിലും എങ്ങനെയല്ലേ, എന്തിനും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ എന്തിനെക്കുറിച്ചിട്ടും പഠിക്കാതെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു സംഭവത്തിനകത്തേക്കുണ്ടോ? നമ്മൾ ട്രെയിനിങ് ആയിട്ടല്ലേ കയറണേ? നിങ്ങളിപ്പോൾ ഈ പറയുന്ന എല്ലാ തൊഴിലിലേക്കും നിങ്ങൾ വന്നത് നിങ്ങൾ പഠിച്ചിട്ടായിരിക്കും വന്നത്. ഇപ്പം ഓരോരുത്തരും ഇതിനകത്ത് ഇരിക്കുന്നവർ വന്നിട്ട് ഒരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ആരുടെയും കൂടി അസിസ്റ്റൻ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷേ അതിന് ശേഷം നിങ്ങൾ വന്നു പറഞ്ഞാൽ തന്നെ നിങ്ങൾ മാസ്റ്ററായിട്ടല്ലല്ലോ പ്രവർത്തിക്കുക. നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഒരാളുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കയറുമോ? അതെന്തിനാ? പരിചയം ഉണ്ടാവാൻ. അപ്പം പരിചയസമ്പത്തും കൂടി ഇതിൻ്റെ അകത്ത് ഒരു ആവശ്യമാണ് ഏത് തൊഴിലിനും ഏത് കാര്യങ്ങൾ ചെയ്യാനായിട്ടും. ആ പരിചയമില്ലായ്മയിൽ ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ റെക്ടിഫൈ ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തണം. അതാണ് അതിൻ്റെ ആവശ്യം, അതല്ലേ?